ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സാരി ഡ്രേപ്പിംഗ് ട്യൂട്ടോറിയലുമായിട്ടാണ്. ഞാനങ്ങനെ വലിയ സാരി ഡ്രേപ്പിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ഒത്തിരി കുട്ടികൾക്ക് സാരി ആദ്യമായിട്ട് ഉടുക്കുന്നവരുണ്ടാവാം, ഉടുക്കാൻ അറിയാത്തവരുണ്ടാവാം. അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ടൈറ്റായിട്ട് അണ്ടർസ്കേർട്ട് ഏതാണോ നമ്മുടെ സാരിക്ക് മാച്ചായിട്ടുള്ള അണ്ടർസ്കേർട്ട് അത് നല്ല ടൈറ്റായിട്ട് ഉടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ സാരിയുടെ നല്ല വശം എടുത്തിട്ട് നമ്മൾ വലത് വശത്തു നിന്നാണ് ടക്കിൻ ചെയ്ത് തുടങ്ങേണ്ടത്. ഒരു ബൾക്കിനെസ്സും ഇല്ലാതെ നല്ലപോലെ ടക്കിൻ ചെയ്ത് വരണം. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുക്കാനുള്ള ആ ഫ്രണ്ടിലത്തെ പോർഷനിലുള്ള പ്ലീറ്റ്സ് എടുക്കാനുള്ള ഇതാണ്. ആ തുണി നമ്മൾ അവിടെ വിട്ടിട്ട് നമുക്ക് മുന്താണിയിൽ എത്ര നീളത്തിൽ വേണമെന്നുണ്ടോ അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലീറ്റ് ഇട്ടിട്ടുള്ള സാരിയാണ് കാണിക്കുന്നത്, സാരി ഉടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പം അതിന് ഒത്തിരി അങ്ങ് താന്നു പോകാത്ത രീതിയിലും ഒത്തിരി പൊങ്ങി പോകാത്ത രീതിയിലുള്ള രീതി അത് നോക്കിയതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ആ ഇടതുവശത്തുള്ള ആ തുണി എടുത്തിട്ട് അവിടെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ഇങ്ങനെ താഴോട്ട് പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് അവിടെ സൈഡിൽ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് വരുന്ന രീതി കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ആ പോർഷനിൽ നല്ല ടൈറ്റായിട്ട് വെച്ചിട്ട് ഒരു പിന്ന് വെച്ച് സേഫ്റ്റി പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ താഴത്തെ പ്ലീറ്റ്സ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാൻ കഴിയുന്ന രീതിയിൽ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുക. ഓരോ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാവാത്ത രീതിയിലും എന്നാൽ ഭയങ്കര ചെറുതാവാത്ത രീതിയിലും നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. ആ രീതിക്ക് നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനത്തെ പ്ലീറ്റ് വന്നിട്ട് അവിടെ എടുക്കുമ്പോൾ സൈഡിലോട്ട് ബൾക്കി ആയിട്ട് നിൽക്കാത്ത രീതിയിൽ നല്ല വലിച്ചു പിടിച്ച് എല്ലാ പ്ലീറ്റ്സും ഒരുപോലെ താഴെ നിൽക്കുന്ന രീതിയിൽ തന്നെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ നോക്കണം. അത് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് വരുമ്പോൾ മനസ്സിലാവാൻ പറ്റും. പിന്നെ ആ ഓരോ പ്ലീറ്റ്സും ഒരേ നിരപ്പിൽ തന്നെയാണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. അത് നല്ല രീതിയിൽ ഇങ്ങനെ ശ്രദ്ധയോടെ തന്നെ ആ ഓരോ പ്ലീറ്റ്സും ഒരേ ലെവലിൽ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ടക്കിൻ ചെയ്യേണ്ടത് ആ ഒരു പോർഷൻ്റെ അവിടെ വെച്ച് ആ പ്ലീറ്റ്സിൻ്റെ അവിടെ നമ്മൾ ഒരു സേഫ്റ്റി പിന്ന് വെച്ച് സെക്യൂർ ചെയ്യണം. എന്നിട്ട് നമ്മളിത് ആ ബെല്ലി ബട്ടൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ടക്കിൻ ചെയ്യേണ്ടത്. ഒരു ബൾക്കിനെസ്സും ഇല്ലാതെ നല്ലപോലെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്യുക. അപ്പോൾ കണ്ടോ, ആ ലാസ്റ്റ് പ്ലീറ്റ് നല്ലപോലെ എടുത്തുകൊണ്ട് തന്നെ സൈഡിലോട്ടൊന്നും ഒട്ടും ബൾക്കിനെസ് ഇല്ല. അപ്പം നല്ലപോലെ താഴോട്ടുള്ള പ്ലീറ്റ്സ് നല്ല വലിച്ച് നല്ല ഒരേ ലെവലിലാക്കി വെക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് നിന്നോളും. അതിനുശേഷം നമുക്ക് നമ്മുടെ മുകളിലത്തെ പ്ലീറ്റ്സ് ശരിയാക്കാം. മുകളിലത്തെ പ്ലീറ്റ്സ് ശരിയാക്കുമ്പോൾ നമ്മളിപ്പം ഒരു പ്ലീറ്റ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ സാരിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതൊരു മൾമൾ കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ലപോലെ താഴെ നിന്നുള്ള ഇപ്പോൾ കണ്ടില്ലേ, ആ താഴത്തെ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഓരോ ചെറിയ പ്ലീറ്റ്സ് പോലെ എടുത്തിട്ട് നമ്മുടെ ഈ കൈയുടെ ഇടുക്കിലോട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ അതങ്ങനെ തന്നെ കിടന്നോളും. നമ്മൾ കൂടുതലും കോട്ടൺ സാരിയൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഉള്ളപ്പോൾ നല്ലത്. ഇപ്പോൾ ഓണത്തിനൊക്കെ ആയിരുന്നാലും നല്ലപോലെ അയൺ പ്ലീറ്റ് എടുത്തിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് വെച്ചിട്ടായിരുന്നാലും വളരെ സുഖമായിട്ട് സാരി ഡ്രേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.